ഇതാണ് എയർപോഡ്സ് 4, ഇതാണ് എയർപോഡ്സ് 3. പഴയ മോഡൽ, പുതിയ മോഡൽ. സൈസിന് വ്യത്യാസം കണ്ട. പുതിയത് ഇത്രയേ ഉള്ളൂ. നല്ല വെൽ പവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിതൗട്ട് നോയ്സ് ക്യാൻസലേഷനാണ്. സാധാരണ മോഡലാണ് വാങ്ങിയിട്ടത്. കാരണം എയർപോഡ്സ് 3ന് നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ ഒന്ന് വാങ്ങി. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ സൈസാണ്. ഇത് ചെറുതാണ്, ഇത് വലുതാണ്, പഴയ മോഡൽ. ഓക്കെ, ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യണം, പിന്നെ നമുക്ക് ബാക്കി കമ്പയർ ചെയ്യാം. ഒരു കാര്യമേ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണ്ടത്തേൽ വലുപ്പം കൂടിയാലും ഇതിൽ മാഗ്സേഫിലുണ്ടായില്ലേ. ഇപ്പോൾ ഈ പുതിയതിൽ മാഗ്സേഫ് ഇല്ല, വയർലെസ് ചാർജിങ് നടക്കില്ല, ഉള്ളി USB-C. ആകെയുള്ളൊരു ഗുണം ഇത് പുതിയ വാങ്ങിക്കുമ്പോൾ USB-C ആയിരിക്കും. പഴയത് ലൈറ്റ്നിങ് പോർട്ട് ചാർജിങ് ആണ് ത്രൂ കേബിൾ. ഇത് USB-C. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. വേറെ വലിയ ഗുണമൊന്നുമില്ല. ഇപ്പോൾ കുറച്ചും കൂടി സ്മോൾ ഫോം ഫാക്ടർ. ഇതിൽ പഴയ കേബിൾ വരെ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കേബിൾ വരെ ഇല്ല. ചാർജിങ് പണ്ടവർ ചാർജർ ഊരി, ഇപ്പോൾ ചാർജിങ് കേബിൾ ഊരി. അപ്പോൾ ആകെ ഹാർഡ്വെയർ ആണുള്ളൂ. നമുക്കിതിപ്പോൾ അൺബോക്സ് ചെയ്യാം. എയർപോഡ്സ് 4. മാനുവൽ, പിന്നെ സാധനം ഇതിനുള്ളിൽ എന്താണെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്നത് എയർപോഡ്സ് കളർഫുൾ മാനുവൽ, പിന്നെ ഈ കുറച്ച് സ്റ്റിക്കേഴ്സ് വരില്ല. എന്താ ഭാഷ തുറന്നതിന് പാടിന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കണം, ഇത് ഒറിജിനലാണോ അല്ലേ. ഇപ്പോൾ ബട്ടനും ഇല്ല, ഇപ്പോൾ എല്ലാം ഡബിൾ ടാപ്പാണ്. USB-C ഇതിൻ്റെ മെയിൻ ബട്ടൺസ്. പിന്നെ വോളിയം ഒന്നും കുറക്കാൻ പറ്റില്ല, പക്ഷേ ട്രാക്കെല്ലാം മാറ്റാൻ പറ്റും. പോസ് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ഫോർവേഡ്, അത് നടക്കും. ഞാൻ ഈ കേസ് ഇതാണ് പുതിയ എയർപോഡ്സ്. ഇതാണ് പഴയ എയർപോഡ്സ് 3. ഇതാണ് പുതിയ എയർപോഡ്സ് 4. ഇതിന് ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ ഡബിൾ ടാപ്പാണ് വേണ്ടത്. പക്ഷെ ഇപ്പോൾ ഡബിൾ ടാപ്പ് ബാക്കിൽ ബട്ടണിലുണ്ടായിരുന്നു, ഇപ്പോൾ ബട്ടണും ഇല്ല. പിന്നെ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്ററും ഉണ്ട്, അപ്പോൾ അതും കാണുന്നില്ലല്ലോ. USB-C ആണ്. നോക്കാം ഇതെങ്ങനെയുണ്ട്. ലൈറ്റ് കത്തുന്നുണ്ടോ? നോട്ടത്തിൽ കാണൂല. ഇവിടെ ഈ ഓട്ടോ കാണുന്നുണ്ട്, ഇവിടെ ഈ ഓട്ടോ കാണുന്നില്ല. ട്രാൻസ്പെറൻ്റ് ആണ് സംഭവം, ചെറുതാണ്, ലൈറ്ററുമാണ്. ഇത് എയർപോഡ്സ് 3ൻ്റെ വ്യത്യാസമാണ്, ഫിസിക്കൽ വ്യത്യാസം കാണുന്നില്ല. എന്തായാലും ചെറുതാക്കിയിട്ടുണ്ട്. സൈഡ് വൈസ് ഏകദേശം സെയിം തന്നെ, പക്ഷേ സെൻറ്ററിലെ ഇത് ഒരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റും മാറ്റുന്നെടുക്കുക. ഫോൺ അടുത്ത് കൊണ്ട് കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്യും. പുറത്തെടുത്ത് നോക്കാം, ചെറിയൊരു പീസാണ്.
ഇനി മുന്നിൽ കൊണ്ട് അതിൻ്റെ തുറന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്യും. അത് പണ്ടത്തെ പോലെ തന്നെ കണക്ട് അമർത്താം. പിന്നെ ഡബിൾ ടാപ്പ്. പണ്ട് ബട്ടൺ ചെയ്യുന്നു ബാക്കിൽ, ഇപ്പോൾ മുന്നിൽ ഡബിൾ ടാപ്പ് ചെയ്യാൻ. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് അവിടെ ഡിറ്റക്റ്റായി കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് എക്സാമ്പിളെല്ലാം കാണിക്കുന്നുണ്ട്. മീഡിയ കോൾ കൺട്രോൾ അവിടെ തൊട്ട് കഴിഞ്ഞാൽ സംഭവങ്ങൾ നടക്കും. ഇതൊരു പുതിയൊരു ഫീച്ചറാണ്. ഇപ്പോൾ തലയോട് നമുക്ക് തല ആട്ടിയിട്ട് ഒന്നിങ്ങനെ പിക്കപ്പ് ചെയ്യുക, ഇതിൽ കോൾ റിജക്റ്റ് ചെയ്യാം. ഇതൊരു പുതിയ ഫീച്ചറാണ് ഈ എയർപോഡ്സിന് കൂടെ വരുന്നത്. ഇത്ര തന്നെ. എയർപോഡ്സ് 4